പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക്. കുവൈറ്റിലെ സുപ്രധാനമായ വൈദ്യുതി ജലശുദ്ധീകരണ നിലയത്തിനു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെയാണ് മേഖലയെ നടുക്കിയ ഈ സംഭവം ഉണ്ടായതെന്ന് കുവൈറ്റ് മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലെ ജനജീവിതത്തിന് ആധാരമായ പവർ പ്ലാന്റും സെലൈനേഷൻ പ്ലാന്റും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. പ്ലാന്റിനുള്ളിലെ സർവീസ് കെട്ടിടത്തിൽ മിസൈൽ പതിച്ചതിനെ തുടർന്നാണ് അവിടെ ജോലിയിലുണ്ടായിരുന്ന ഇന്ത്യൻ സ്വദേശി കൊല്ലപ്പെട്ടത്. കെട്ടിടത്തിന് വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയ വക്താവ് ഫാത്തിമ അബ്ബാസ് ജൗഹർ ഹായിത്ത് അറിയിച്ചു. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന യുദ്ധം ഇപ്പോൾ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ വ്യോമാക്രമണത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നിരുന്നു. ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. അതേസമയം 3500 അധിക സൈനികരുമായി അമേരിക്കൻ യുദ്ധക്കപ്പൽ മേഖലയിലെത്തിയതോടെ കരയുദ്ധത്തിനുള്ള സാധ്യതയുള്ളതായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കൻ സൈന്യം ഇറാനിലേക്ക് പ്രവേശിച്ചാൽ അവരെ ചുട്ടുചാമ്പലാക്കുമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗാർ ഖലാഫി മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. എന്നാൽ ഒരു വശത്ത് ചർച്ചയെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് രഹസ്യമായി കരയുദ്ധത്തിന് പദ്ധതിയിടുകയുമാണ് അമേരിക്കയെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം കണക്കിലെടുത്ത് ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധ ബജറ്റിൽ $10 ബില്യൺ വർധനവ് വരുത്തി. ഇതോടെ ഇസ്രായേലിന്റെ സൈനിക ബജറ്റ് $45 ബില്യൺ ഉയരും. കുവൈറ്റിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്.